നോവിതൾ പൂക്കൾ തേച്ചുടുമോ പൂവിതൾ കണ്ണിൽ മോഹമുഖിനി പെയ്യാദാഹം കർണാട്ടിക് കച്ചേരികളിൽ നിന്നും റിയാലിറ്റി ഷോകളിലേക്ക് എത്തി മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ മാളവിക ഓങ്കാരം ശെങ്കിൽ എന്ന ഗാനത്തിലൂടെ സിനിമാ പിന്നണി ഗാനരംഗത്തേക്കെത്തി. പാപനാശം എന്ന സിനിമയിലൂടെ തമിഴകത്തും തന്റെ സ്വരസാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഈ ഗായിക. റിലീസ് ചെയ്യാനിരിക്കുന്ന തിലോത്തമയിലെ പൂങ്കുയിൽ പാടും യവനികയിൽ എന്ന ഗാനം തന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഗായിക ഇപ്പോൾ. മാളവികയുടെ സംഗീത വിശേഷങ്ങളിലേക്ക്. സിനിമയിലേക്ക് ഞാൻ ആക്ച്വലി ആദ്യം വരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ ഗന്ധർവ സംഗീതം ജൂനിയർ ടൈറ്റിൽ വിൻ ചെയ്യുന്ന സമയത്തായിരുന്നു. അന്ന് ഈ ഫൈനൽസ് നടക്കുന്നത് ദുബായിൽ വെച്ചിട്ടാണ്, അൽനാസർ ലഷൻലാൻഡ്. അവിടെ അക്കു അക്ബർ സാർ വന്നിട്ട് സ്റ്റേജിൽ പറഞ്ഞു, ഈ പ്രോഗ്രാം വിൻ ചെയ്യുന്ന കുട്ടിക്ക് ഞാൻ എൻ്റെ ഫിലിമിൽ പാടാൻ ചാൻസ് കൊടുക്കുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് വെറുതെ ഒരു ഭാര്യ എന്ന ഫിലിമിൽ ഓംകാരം ശങ്കിൽ ചേരുമ്പോൾ ഫീമെയിൽ വേർഷൻ. സോങ് സൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷെ എന്നാലും ആസ് എ സിംഗർ എനിക്ക് അത്ര പ്രൊമോഷൻ കിട്ടിയില്ല, ആരും അറിഞ്ഞില്ല ആ സോങ്. ഞാൻ പിന്നീട് ഇതേപോലെ ടീൻസ് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ ഒരു ഓഫർ വന്നത്. സലാഹുദ്ദീൻ സാറിൻ്റെ ഫിലിമായിരുന്നു പുതുമുഖങ്ങൾ. ഫിലിം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. സ്റ്റാർ സിംഗറിന് ശേഷമാണ് എനിക്ക് ഏറ്റവും നല്ല ബ്രേക്ക് കിട്ടിയിരിക്കുന്നത്. പാപനാശം എന്ന് പറഞ്ഞ മൂവിയിൽ, കമൽഹാസൻ സാറിൻ്റെ മൂവിയിൽ എൻ കോട്ടിക്കാറ എന്നുള്ള സോങ്, അത് മാസ് ഹിറ്റായി മാറി എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം എൻ്റെ തമിഴിലേക്കുള്ള ഫസ്റ്റ് എൻട്രിയാണ്. അത് എത്രയോ ആഴ്ചകളായിട്ട് എത്രയോ മാസങ്ങളായിട്ട് മിർച്ചി മ്യൂസിക്കിൽ ഫസ്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന സോങ്ങാണ്. 3 വയസ്സ് തൊട്ടാണ് കർണാട്ടിക് പഠിച്ചു തുടങ്ങിയത്. കാരണം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ പാടുമായിരുന്നു, അതെന്നെ മുത്തച്ഛൻ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ മുത്തച്ഛൻ ശ്രദ്ധിച്ചിട്ട് മുത്തച്ഛൻ എന്നെ 3 വയസ്സ് തന്നെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ വിട്ടു. ടീച്ചേഴ്സിനെയൊക്കെ മുത്തച്ഛൻ ആദ്യം പോയി മുത്തച്ഛൻ ഇൻ്റർവ്യൂ ചെയ്തൊക്കെയാണ് ടീച്ചേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. എൻ്റെ മുത്തച്ഛൻ്റെ ചേട്ടനാണ് മങ്ങാടുക്കി നടേശൻ മാസ്റ്റർ. അപ്പോൾ മുത്തച്ഛൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നതെല്ലാം. ആദ്യം സുമ ടീച്ചർ, പിന്നെ സജി ടീച്ചർ, പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ശ്രീജി ടീച്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടീച്ചർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം ടീച്ചർക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയതുകൊണ്ട് പ്രൈവറ്റ് ട്യൂഷൻസ് ടീച്ചർ നിർത്തി. അപ്പോൾ ഞങ്ങൾ ഫോണിലൂടെ പഠിക്കുന്നതൊക്കെ. പിന്നെ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു തുടങ്ങി സ്കൈപ്പിലൂടെ. ഓൾ ഓവർ ദ വേൾഡ് ഞാൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. തട്ടാമ്പച്ചി പോലെ വണ്ണാളി തര കണ്ണിൽ ഇന്നു വേറെ ഏതോ ചൊല്ലിത്തര പാവരുവിയും തേനരുവിയും ഐതരുവിയും മുന്നേസത്തിൽ മുന്ന് തോത്ത് പോകും. പേഴ്സണലി സമാധാനം തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് കർണാട്ടിക് കൺസേർട്സ് ചെയ്യുമ്പോൾ തന്നെയാണ്. കാരണം നമ്മൾ അതിലൂടെ വളർന്നു വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത് നമുക്ക് വല്ലാത്തൊരു ഫ്രീഡം തരുന്നുണ്ട്. നമുക്കൊരു 3 മണിക്കൂർ പാടുമ്പോഴും നമുക്ക് നല്ലൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അതാണ് മ്യൂസിക് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും പരിചയമായിട്ടില്ല. ഓരോ റെക്കോർഡിങ്ങും എനിക്കിപ്പോൾ ഓരോ പഠിക്കാനുള്ള ഒരു ലേണിംഗ് ഇതാണ്. അപ്പോൾ അതിലൂടെ ഞാൻ വളർന്നു വരുന്നതേ ഉള്ളൂ. സ്റ്റേജ് ഷോസ് ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുകയാണ്. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരുടെ ഇൻറ്ററാക്ട് ചെയ്യിച്ച് പാടിച്ച് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കിപ്പോഴും പേഴ്സണലി എൻ്റെ മനസ്സിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കർണാട്ടിക് കൺസേർട്സ് തന്നെയാണ്.